23-ാം തീയതി രാഹുൽ പറഞ്ഞാൽ ഞാനതിനെ വിശ്വാസത്തിലെടുക്കാം. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ സ്ഥാനാർത്ഥി പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് ആ മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനെയും ഞാൻ വിശ്വാസത്തിലെടുക്കാം. അപ്പോഴേക്കെങ്കിലും സ്ഥിരബോധം തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറച്ചെങ്കിലും ഒരു സഹതാപം അദ്ദേഹത്തിന് കൊടുക്കണം. വന്ന് കുരുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു പരിഗണന മാനുഷികമായിട്ട് നമ്മൾ കൊടുക്കുക. കോൺഗ്രസ് നേതാവ് രാഹുലിനെ എങ്ങനെ കാണുന്നത്? അങ്ങനെ ഒരു നേതാവൊന്നുമല്ല. എത്ര വയസ്സായിടോ? എന്ത് ചോദ്യം അത്? പ്രായത്തിന്റെ മാനദണ്ഡമല്ല. ജനങ്ങളുടെ അടുത്തുനിന്ന് ചോദിച്ചാൽ ആരാ ഇവിടുത്തെ യഥാർത്ഥ യൂത്ത് എന്ന് അപ്പൊ മനസ്സിലാവും. പ്രായം കൊണ്ടല്ല ഒരാളുടെ യൂത്ത് അളക്കേണ്ടത്. 23-ാം തീയതി രാഹുൽ പറഞ്ഞാൽ ഞാനതിനെ വിശ്വാസത്തിലെടുക്കാം. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ സ്ഥാനാർത്ഥി പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് ആ മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനെയും ഞാൻ വിശ്വാസത്തിലെടുക്കാം. അപ്പോഴേക്കെങ്കിലും സ്ഥിരബോധം തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറച്ചെങ്കിലും ഒരു സഹതാപം അദ്ദേഹത്തിന് കൊടുക്കണം. വന്ന് കുരുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു പരിഗണന മാനുഷികമായിട്ട് നമ്മൾ കൊടുക്കുക. കോൺഗ്രസ് നേതാവ് രാഹുലിനെ എങ്ങനെ കാണുന്നത്? അങ്ങനെ ഒരു നേതാവൊന്നുമല്ല. എത്ര വയസ്സായിടോ? എന്ത് ചോദ്യം അത്? പ്രായത്തിന്റെ മാനദണ്ഡമല്ല. ജനങ്ങളുടെ അടുത്തുനിന്ന് ചോദിച്ചാൽ ആരാ ഇവിടുത്തെ യഥാർത്ഥ യൂത്ത് എന്ന് അപ്പൊ മനസ്സിലാവും. പ്രായം കൊണ്ടല്ല ഒരാളുടെ യൂത്ത് അളക്കേണ്ടത്. എന്തൊരു നാറിയാ ഇവൻ എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. അതെനിക്കറിയാം. ഇവൻ നാറി എന്ന് പറഞ്ഞാൽ പോരാ, പരമനാറിയാണ്. 23 കഴിയുന്നത് വരെ രാഹുൽ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പാടില്ല. കുരുതി കൊടുക്കുകയാണ്. എന്താണല്ലേ അവന്റെ ഒരു ഓവർ കോൺഫിഡൻസ്. പാലക്കാട്ടെ ജനം, ആ ജനത്തിനൊരു കയ്യടി ആദ്യം തന്നെ ഉണ്ട് കേട്ടോ. കാരണം ഇവനെ എങ്ങാനുമാണ് പാലക്കാട്ടെ ജനം വിജയിപ്പിച്ച് വിട്ടതായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കേരളത്തില് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിന് വഴി നടക്കാൻ പറ്റുമായിരുന്നോ? തെരഞ്ഞെടുപ്പില് വിജയിച്ചതിന്റെ പേരിൽ മാത്രം ഇവന് എന്തൊക്കെ അഹങ്കാരം കാണിച്ചേനെ. ജനം വെറുതെയല്ല ഇവനെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിയത്. 8 നിലയിൽ ഇവനെ പൊട്ടിച്ചത് വെറുതെയല്ല. കാരണം ജനത്തിന് നല്ല ബോധമുണ്ട്. ആ ബോധ്യത്തിന്റെയും ബോധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ജനം ഇവനെ 8 നിലയിൽ പൊട്ടിച്ചത്. 23-ാം തീയതി കഴിഞ്ഞാൽ രാഹുൽ പറയുന്ന എന്തും ഞാൻ കേൾക്കാം എന്നാ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും സരിനെ ഇപ്പൊ പാലക്കാട് കാണാനേ ഇല്ല. സരിനെ ഇപ്പൊ പാലക്കാട് കാണാനേ ഇല്ല. പാലക്കാട് ഇപ്പൊ എവിടെ നോക്കിയാലും രാഹുൽ മാത്രമേ ഉള്ളൂ. അതിപ്പോ BJP-ക്കാർക്കും വലിയ പ്രശ്നമായിട്ടുള്ളത്. അല്ലെങ്കിലും ഇവരൊരു ഒരേ മുന്നണിയാണല്ലോ, CJP മുന്നണി, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന മുന്നണിക്കാരാണല്ലോ. ഇന്നലെ മുതല് പ്രശാന്ത് ശിവനും കൃഷ്ണകുമാറും ഒക്കെ ഒരേ പരാതിയാ. എവിടെ പോയാലും രാഹുൽ മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് എന്താ വല്ല ദിവ്യ സിദ്ധിയും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദിവ്യ സിദ്ധിയും ഉണ്ടോ? കാരണം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അവിടെ രാഹുലുണ്ട്, കൽപ്പാത്തിയിൽ വന്ന അവിടെ രാഹുലുണ്ട്, പാലക്കാട് ശാസ്ത്രമേളയിൽ പോയാൽ രാഹുലുണ്ട്, ഇപ്പോഴത്തെ പിരായിരിയിൽ വന്ന അവിടെ രാഹുലുണ്ട്, കണ്ണാടിയിൽ പോയാൽ രാഹുൽ അവിടെ ഉണ്ട്. എവിടെ നോക്കിയാലും രാഹുൽ, എങ്ങോട്ട് നോക്കിയാലും തൂണിലും തുരുമ്പിലും രാഹുൽ. പാലക്കാട് രാഹുൽ മാത്രം. അതാണിപ്പോ BJP-യുടെ ആകെയുള്ള ഒരു പരാതി. എന്നാൽ സരിന് പാലക്കാട്ട് പോയിട്ട് സരിൻ എവിടെയാണെന്ന് പോലും ആർക്കും അറിയാൻ പറ്റുന്നില്ല. സരിനെ ഓയ് ഓയ് മീനെ സരിനെ എവിടെയാ? വാടോ, ഒന്ന് രംഗത്തേക്ക് വാടോ, നമ്മളൊന്ന് കാണട്ടല്ലേ. എന്തിനാടോ മൂഞ്ചായി ഇങ്ങനെ ഊമ്പാനായിട്ടൊരു ജന്മം തനിക്ക്? ഇങ്ങനെ ഊമ്പാനായിട്ട് എന്തിനാടോ മൂഞ്ചാ നിനക്കൊരു ജന്മം? നിന്നെ കുറെ കാലമായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. മഷിയിട്ട് നോക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടുണ്ട്. ഇവന്റെ സ്ഥിരം പരിപാടിയാ ഇത്. ഒരു നാണവും മാനവും ഇല്ലാതെ ഒരു നെറികെട്ട പരനാറി. ഈ നാറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരിക, ഇത്തരത്തിൽ വെല്ലുവിളി, ഭീഷണി, ഈ പറയുന്ന അഹങ്കാരം. ഇവർക്ക് ഓവർ കോൺഫിഡൻസ് എന്നൊന്നും ഞാനിതിനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു തരത്തിലൊരു അഹങ്കാര ധാർഷ്ട്യം. ഇതിപ്പോ നിങ്ങൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് എണ്ണുന്നതിന് മുമ്പത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞിട്ടും രാഹുലിനെതിരെ വിവാദങ്ങളൊക്കെ ഉയർന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാന്നല്ല പറഞ്ഞേ. കാണിച്ചു കൊടുക്കാൻ വേണ്ടി രാഹുൽ വന്നപ്പോ സരിനെ കാണുന്നില്ല. ഇപ്പോഴാണെങ്കിലോ രാഹുലാണെങ്കിലും പാലക്കാട് ഓടി നടക്കുകയാണ്. രാഹുൽ പാലക്കാടിന്റെ ഈ പറഞ്ഞ തുരുമ്പിലും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ രാഹുൽ പാലക്കാടിന്റെ എല്ലാ മുക്കിലും മൂലയിലും രാഹുലുണ്ട്. അന്വേഷിക്കുന്നത് നിങ്ങൾ ആരും വിചാരിക്കുന്നത് രാഹുൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് അല്ല. രാഹുൽ അന്വേഷിച്ച് നടക്കുന്നത് ഇവനെയാ. പക്ഷെ ഇവൻ പാലക്കാടില്ല. അതാണ് ഇപ്പോഴത്തെ വലിയ സങ്കടം. ഈ നാറി പാലക്കാടില്ല. ഈ നാറിയെ കണ്ടു കിട്ടുന്നവര്
പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അതല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലോ എവിടെയെങ്കിലും ഒന്ന് ബന്ധപ്പെട്ട് ഈ നാറിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ ഒന്ന് വിളിച്ചറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങളോട്. മനസ്സിലായില്ലേ? ഈ പരനാറിയെ കാണാനില്ല എവിടെയാണ് എന്നുള്ളത്. രാഹുലിനെ ഉണ്ടാക്കാൻ നടന്നവരാ ഇപ്പൊ ഉണ്ടയായിട്ടാണുള്ളത്. എവിടെയാണുള്ളത് എന്നറിയില്ല. ഗോവിന്ദനോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഗോവിന്ദ പ്ലീസ് ആ പയ്യന്നൂരിലുള്ള നമ്മളെ ജോത്സ്യനെ അതന്നെ നമ്മളെ അയ്യപ്പന്റെ സ്വർണം കട്ടതിന് പ്രായശ്ചിത്തമായിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തണമെന്ന് നിർദ്ദേശിച്ച ജോത്സ്യനുണ്ടല്ലോ, ആ ജോത്സ്യനെ ഒന്ന് പോയി കാണാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഗോവിന്ദനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്നിനും അല്ല കേട്ടാ, ശരീരം എവിടെയാണുള്ളത് എന്ന് ഒന്ന് മഷിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ജോത്സ്യനെ കാണാൻ പറഞ്ഞത്. ജോത്സ്യനെ ഗോവിന്ദൻ പോയി കണ്ടതുമില്ല, ഇനി കണ്ടോ കണ്ടില്ലയോ മഷിയിട്ട് നോക്കിയിട്ട് കണ്ടെത്താൻ കഴിയാത്തതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഒരു വിവരവും ഈ നാറിയുടേത് കിട്ടാനില്ല. മനസ്സിലായില്ലേ? മൂന്നാർ റോഡ് കയറിയുമ്പോ ഞാനങ്ങ് മറിക്കും, നീ അങ്ങ് തൊലിക്കും. നാറി പരനാറി. 2021 നിങ്ങളൊന്ന് ആലോചിക്കണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് മത്സരിക്കാൻ സീറ്റ് കൊടുത്തതാ ഈ നാറിക്ക്. ആ നാറി ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിക്കാനുള്ള സീറ്റ് നൽകിയ നാറിയാണ് ഈ നാറി. ഈ നാറി അന്ന് അവിടെ വിജയിക്കാതിരുന്നത് എത്രയോ നന്നായി എന്ന് ഇപ്പൊ തോന്നുകയാണ്. ഇവന്റെ തോൽവി ഇവനെ അന്ന് മത്സരിപ്പിച്ചത് തന്നെയാണ് 2021 കോൺഗ്രസ് പരാജയപ്പെടാനുണ്ടായ കാരണവും അധികാരത്തിൽ വരാതിരിക്കാനുണ്ടായ കാരണവും ഈ നാറി കാരണ. ഈ നാറി അപശകുനാണ്. ഈ അപശകുനത്തെ മത്സരിപ്പിച്ചത് കാരണമാണ് കോൺഗ്രസ് പൊട്ടിപ്പാളീസായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ നാറി ഇപ്പൊ LDF പോയല്ലോ. ഈ നാറി LDF പോയിട്ട് രാഹുലിനെതിരെ മത്സരിച്ചല്ലോ, അവിടെയും തൊട്ടില്ലേ, അവിടെയും 3ാം സ്ഥാനത്തേക്ക് പോയില്ലേ CPM. ഈ നാറിയെ നിർത്തിയത് കൊണ്ട് അവിടെ 3ാം സ്ഥാനത്തേക്ക് പോയത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ അവിടെ 3ാം സ്ഥാനത്തേക്ക് പോകില്ലായിരുന്നു. ഈ നാറി കാരണമാണ് അത് സംഭവിച്ചത് എന്ന് പറഞ്ഞ ഈ നാറി അപശകുനാണ്. ഈ നാറി അന്ന് ജയിക്കാത്തതും നന്നായി. എന്ന് പാലക്കാടല്ല ഞാൻ പറഞ്ഞത്, ഒറ്റപ്പാലത്ത്. എന്നിട്ട് ഇപ്പൊ അവനെ ഇറങ്ങിയിരിക്കുന്നു. 23-ാം തീയതി കഴിഞ്ഞാൽ രാഹുൽ പറയുന്നത് എന്തും ഞാൻ കേൾക്കാൻ. നീ ആരടാ? നീ രാഹുൽ പറയുന്നത് കേട്ടാലും ഇല്ലെങ്കിൽ ഇവിടെ ആർക്ക് എന്താ ഛേദം? ഒരു പുല്ലും സംഭവിക്കാൻ പോണില്ല. ഇവന്റെ വിചാരം ഇവനേതോ മല മറിക്കുന്ന ഒരു അല്ലാന്നേ. ഞാൻ ബാക്കി പറയുന്നില്ല. എനിക്ക് അത്ര കലി കയറുന്നുണ്ട് ഇവനെ കാണുമ്പോൾ. കാരണം നമ്മള് രാഷ്ട്രീയ എതിർചേരികളിൽ പല ആളുകളെയും ഒക്കെ കണ്ടിട്ടുണ്ട് ഇല്ലേ? പലരും പല ആരോപണങ്ങളും ഈ പറയുന്ന ആരോപണങ്ങളും ഒക്കെ പ്രത്യാക്രമണങ്ങളും ഒക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവനെ പോലെ അഹങ്കാരം തലക്ക് കയറിയ ഒരു നാറിയെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. രാഹുലിനെ കുരുതി കൊടുക്കല്ലേ, പാവം, നമുക്ക് സഹതാപമാണ് വേണ്ടത്. ഈ നാറിയെ കാണുമ്പോൾ സഹതാപമല്ല, ഇവന്റെ മോന്ത അടിച്ചു പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് ഇപ്പൊ അവനെ ഇറങ്ങിയിരിക്കുന്നത്. 23-ാം തീയതി കഴിയുമ്പോ ഞാൻ എന്തും കേൾക്കാൻ. നീ ഒരു ചുണ്ണാക്കും കാണണ്ട, നീ ഒരു പുണ്ണും കാണിക്കും വേണ്ട, ഒന്നും കാണിക്കാൻ മാത്രം നീ ആയിട്ടുമില്ല. മനസ്സിലായില്ലേ? പ്രായമല്ല, നീ പറഞ്ഞത് തന്നെ ശരി, പ്രായമല്ല അളവുകോല്, പ്രവർത്തനം തന്നെയാ. അത് തന്നെയാണ് രാഹുലിനെ ജനങ്ങൾ അളന്നതും വിജയിപ്പിച്ചു വിട്ടതും. നിന്റെയൊക്കെ ഈ ഉമ്മാക്കി മാത്രമേ ഉള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം. തന്നെയൊന്നും ഒരു വസ്തുവിന് കൊള്ളില്ല സരിനെ എന്ന് പാലക്കാട്ടെ ജനം തിരിച്ചറിഞ്ഞു. അവരത് തെളിയിച്ചു, അവരത് കാണിച്ചു. ഉളുപ്പും മാനവും ഇല്ലാത്ത നാറി പിന്നിയും നടക്കുന്നു. എന്തിനു കൊള്ളാ ഇവനെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാഹുലിന്റെ സ്ഥാനത്തെങ്ങാനും പാലക്കാട് ഈ പറയുന്ന ഈ നാറിയാണ് വിജയിച്ചിരുന്നതെങ്കിലോ? ഞാൻ സാങ്കല്പികമായിട്ട് പറയാണ് കേട്ടോ, അത് സംഭവിക്കില്ല, സംഭവിച്ചിട്ടുമില്ല അല്ലേ? രാഹുൽ ജയിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കിയേ, പാലക്കാട്ടെ ജനം അയാളെ അയാളെ ഇത്രയധികം വേട്ടയാടിയിട്ട് ഈ പറയുന്ന മാധ്യമങ്ങളും ഈ പറയുന്ന സൈബർ സഖാക്കളും ഒക്കെ അയാളെ നിരന്തരമായി പിച്ച് ചീന്താൻ ശ്രമങ്ങൾ നടത്തിയിട്ടും ഈ പറഞ്ഞ ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ഒരു മനുഷ്യനെ ചവിട്ടി താഴ്ത്തുകയല്ല വേണ്ടത്, ചേർത്ത് പിടിക്കുകയാണ്. ശിവൻകുട്ടി ആ പറഞ്ഞത് വാക്കുകൊണ്ട് പറഞ്ഞെങ്കിലും ശിവൻകുട്ടിയും അത് പ്രവൃത്തിയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇതൊന്നും ചെയ്യാത്ത ഈ നാറികള് രാഹുൽ ഇങ്ങനെ വിലസാണ് പാലക്കാട്ട്. അത് കാണുമ്പോൾ ഇവന്മാർക്കൊന്നും സഹിക്കുന്നില്ലെന്നേ. രാഹുൽ എവിടെ നോക്കിയാലും രാഹുൽ. KSRTC ഡിപ്പോ പോയ രാഹുൽ, പിരായിരിയിൽ പോയ രാഹുൽ, കണ്ണാടിയിൽ പോയ രാഹുൽ, അത് കഴിഞ്ഞ് മുനിസിപ്പാലിറ്റിയിൽ വന്ന അവിടെയും രാഹുൽ.
നേരെ മറിച്ച് റെയിൽവേ സ്റ്റേഷൻ പോയാൽ അവിടെ രാഹുൽ, ഇപ്പുറത്ത് ശാസ്ത്രമേളയിൽ പോയാൽ അവിടെ രാഹുൽ എന്ന് വേണ്ട. പാലക്കാട്ട് രാഹുൽ 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 മാങ്കൂട്ടം. എവിടെ നോക്കിയാലും രാഹുൽ, തിരിഞ്ഞാലും മറിഞ്ഞാലും രാഹുൽ, എല്ലാ പരിപാടിയിലും രാഹുൽ, കൽപ്പാത്തിയിൽ രഥോത്സവത്തിൽ അവിടെയും രാഹുൽ. അങ്ങനെ എല്ലായിടത്തും രാഹുൽ മാത്രം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ കുരുകൾ നന്നായി പൊട്ടുന്നുണ്ടെന്നറിയാം. അതിലെ ചീഞ്ചലം പൊട്ടി ഒലിക്കുന്നുണ്ട്, ദുർഗന്ധം വമിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെ കുരു പൊട്ടി ഒലിക്കുന്ന ചീഞ്ചലം കാണുമ്പോൾ സാധാരണ അറപ്പ് തോന്നാറുണ്ട് നമുക്ക്. പക്ഷെ ഇവരുടെ ചീഞ്ചലം കാണുമ്പോൾ അറപ്പിനോടൊപ്പം തന്നെ ഒരു സന്തോഷവും നമ്മുടെ മനസ്സിലുണ്ട്. കാരണം ഈ വൃത്തികെട്ടവന്മാരുടെ ചീഞ്ചലമാണല്ലോ ഈ ഒലിക്കുന്നത് എന്നുള്ള സന്തോഷം. മനസ്സിലായില്ലേ? പാലക്കാട്ട് രാഹുൽ കുതിക്കുകയാണ് മക്കളെ. അതിനെ തടയിടാൻ ഈ പറയുന്ന സരിനല്ല അവന്റെ അതന്നെ വിചാരിച്ചാലും നടക്കൂല. പിന്നെയല്ലേ ഇവൻ ഈ പറീൻ പിരായിരിലെ പ്രാന്തൻ. ഈ പ്രാന്തനെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്റെയൊക്കെ ഈ അഹങ്കാരവും ധാർഷ്ട്യവും അതൊക്കെ നിന്റെ നാവിന് ലൈസൻസ് ഇല്ലെന്ന് കരുതി, നിന്റെ നാവിന് എല്ലില്ലെന്ന് കരുതി, അത് എങ്ങനെയും വളയുമെന്ന് കരുതി എന്തും പറയാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞോ. പക്ഷേ സരിനെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ പറഞ്ഞ 23-ാം തീയതിയും കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒരു വർഷവും കഴിഞ്ഞു. നിന്നെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. രാഹുലിന്റെ രോമത്തിൽ സ്പർശിക്കാൻ നിന്നെ കൊണ്ടൊന്നും ഈ ജന്മമല്ല അടുത്ത ജന്മം കൊണ്ട് പോലും സാധിക്കില്ലടോ. അത്രയേ ഉള്ളൂ താനൊക്കെ. ഈ പറയുന്ന അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ ജനങ്ങളുടെ മുന്നിൽ വില പോകില്ല എന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടായ നിനക്ക് ഭാവിയുണ്ട്.